ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുമാത്രമല്ല 2019 to 2015 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ കസ്റ്റമർ ഓഫ് എ ബാങ്ക് ഈസ് പേഴ്സൺ ഹൂ ഈസ് മെയിൻറ്റെയിനിങ് ആൻ അക്കൗണ്ട് in his own name or in whose name the deposits are maintained. ഇവിടെ ഒരു ബാങ്കിലെ കസ്റ്റമേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഒരു ബാങ്കിലെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം പേരിൽ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പേരിലുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു ബാങ്കിൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത്. ഈ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സാണ് ഒരു ബാങ്കിലുള്ളത്. ഒന്നാമത്തെ മൈനർ എന്ന് പറയുകയാണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ മൈനർ ഈസ് സമ്മൺ ഹൂ ഈസ് അണ്ടർ ദി ഏജ് ഓഫ് 18 if a minor has a guardian appointed by the court. He or she will remain as a minor till the age of 21. 18 വയസ്സിന് താഴെയുള്ള ഒരാളാണ് മൈനർ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ മൈനറായ ആൾക്ക് കോടതി നിയോഗിച്ച ഗാർഡിയൻസ് അതുണ്ടെങ്കിൽ അവനാണെങ്കിലും അവളാണെങ്കിലും 21 വയസ്സ് വരെ ഇവർ മൈനറായിട്ട് തുടരും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മാരീഡ് വുമൺ. A married woman can enter into a valid contract. She can also open a bank account. The husband will not be liable with regards to debt taken unless the loan is taken with his consent and authority or it is for the necessaries of life. മാരീഡ് വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹിതയായ ഒരു സ്ത്രീക്ക് വാലിഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാമെന്നാണ് പറയുന്നത്. അവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ബട്ട് ഈ വൈഫിന് ഇത്തിരി ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റീസ് ഹസ്ബൻഡിൻ്റെ ലയബിലിറ്റി ആയിട്ട് മാറില്ല എന്നാണ് പറയുന്നത്. വൈഫിന് എന്തെങ്കിലും തരത്തിലുള്ള ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ആ ഡെപ്റ്റ് ഹസ്ബൻഡിൻ്റെ ലയബിലിറ്റി ആയിട്ട് മാറില്ല, അത് വൈഫിൻ്റെ തന്നെ ലയബിലിറ്റി ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഏജൻറ്റ്. An agent is a person who is appointed by another person to represent him in his transaction with the third parties. An agent is generally permitted to open a bank account in the same of the principal and operate it. ഈ പറയുന്ന ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടീസുമായിട്ടുള്ള ട്രാൻസാക്ഷൻസുകൾ അവനെ പ്രതിനിധീകരിക്കുന്നതിന് മറ്റൊരാളെ നിയമിച്ച ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്രിൻസിപ്പലിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഒരു ഏജൻറ്റിന് പൊതുവായ അനുമതിയുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ജോയിൻ്റ് അക്കൗണ്ട്. വെൻ 2 or more person open an account, it is jointly. It is called joint account. When 2 or more person open an account jointly, it is called joint account. രണ്ടോ അതിലധികമോ വ്യക്തികൾ ജോയിൻ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ജോയിൻ്റ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പ് ഫേം. എ ഫേം അക്കൗണ്ട് ഷുഡ് ഓൾവേസ് ബി ഓപ്പൺഡ് in the name of the firm and not in the name of the individual partner, because a partner does not have authority to open a bank account on behalf of the firm in his own name. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് എല്ലായ്പ്പോഴും ആ സ്ഥാപനത്തിൻ്റെ പേരിലാണ് തുറക്കേണ്ടത്, അല്ലാതെ പാർട്ട്നേഴ്സിൻ്റെ പേരിലല്ല ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. കാരണം ഒരു ഇൻഡിവിജ്വൽ പാർട്ട്ണറിന് ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ഉള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഈസ് എ അസോസിയേഷൻ ഓഫ് പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട്. ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കൂട്ടം വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം പേഴ്സൺസിൻ്റെ ഒരു കൂട്ടായ്മനെ പറയുന്ന പേരാണ് കമ്പനി എന്ന് പറയുന്നത്.
ഈ കമ്പനി നിയമപരമായിട്ട് ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ നിയമപരമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് കമ്പനി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നിയമപരമായിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഒരു നിലനിൽപ്പുണ്ടായിരിക്കും. നെക്സ്റ്റ്, ട്രസ്റ്റീസ്. എ ട്രസ്റ്റി ഈസ് എ പേഴ്സൺ ഓൺ whom confidence is rested. Trusts are formed by a document called trust deed. Bankers should scrutinize the trust deed thoroughly and determine the power vested in the trustees. Trustees are generally expected to act jointly. They are not permitted to delegate their powers to others unless the trust deed permits them to do so. ഈ ട്രസ്റ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോടുള്ള വിശ്വാസം, അതുപോലെ തന്നെ ആ വിശ്വാസത്തെക്കുറിച്ച് ആ വ്യക്തി റെസ്റ്റ് ചെയ്യുന്നതിന് അതിനെയാണ് നമ്മൾ ട്രസ്റ്റീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയാണ്, അത് എന്തിൻ്റെ ഇതുള്ള വ്യക്തിയാണ്, കോൺസെപ്റ്റുള്ള വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസവും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള റെസ്റ്റും ഉണ്ടായിരിക്കും. അത്തരം വ്യക്തികളെ പറയുന്ന പേരാണ് ട്രസ്റ്റി എന്ന് പറയുന്നത്. ഈ ട്രസ്റ്റ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റീസ് ഫോം ചെയ്യുന്ന ഡോക്യുമെൻസിനെ പറയുന്ന പേരാണ് ട്രസ്റ്റ് ഡീഡ് എന്ന് പറയുന്നത്. ബാങ്കർമാർ ട്രസ്റ്റ് ഡീഡ് വിശദമായിട്ട് പരിശോധിക്കുകയും ആ ട്രസ്റ്റുകളിൽ എന്തെങ്കിലും അധികാരങ്ങൾ അഥവാ അതോറിറ്റീസിൽ എന്തെങ്കിലും നിർണ്ണയിക്കുകയും ചെയ്യണം. ഈ ട്രസ്റ്റുകളിൽ ജോയിൻ്റായിട്ട് പ്രവർത്തിക്കുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കുകയും ഈ ട്രസ്റ്റ് ഡീഡ് അനുവദിക്കാത്ത പക്ഷം അവരുടെ അതോറിറ്റി മറ്റുള്ളവർക്ക് ഏൽപ്പിക്കാൻ അവർക്ക് അനുവാദമില്ല എന്നുമാണ് പറയുന്നത്. നെക്സ്റ്റ്, lunatic. A lunatic is a person who lacks understanding, power and rational judgment. According to Indian Contract Act, a person of unsound mind is not competent to enter into a valid contract. Lunatic എന്ന് പറഞ്ഞാൽ ഒരു അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അഥവാ ഒരു ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ഒരു റാഷണൽ ജഡ്ജ്മെൻറ്റ് നടത്താനുള്ള കപ്പാസിറ്റിയും ഒരു ക്യാപ്പബിളും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ ലുണാറ്റിക്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെയുള്ള വ്യക്തികൾക്ക് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതെന്ന് വെച്ചാൽ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. കാരണം അവർ അൺസൗണ്ട് മൈൻഡഡ് ആണ് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ്. നെക്സ്റ്റ്, ഡ്രങ്കാർഡ്സ്. A drunkard is a person who is so toxic to be incapable of understanding the nature and effect of a contract upon his interest. A contract entered to a drunkard person is rock and roll's void. It is advisable for banker to not allow a drunkard to start an account in his name. Drunkards എന്ന് പറഞ്ഞാൽ ഇൻടോക്സിക്കേറ്റഡ് ആയുള്ളൊരു പേഴ്സണിനെ പറയുന്നതാണ് ഡ്രങ്കാർഡ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമയായ ഒരു വ്യക്തി, അങ്ങനത്തെ വ്യക്തികളെ പറയുന്ന പേരാണ് ഡ്രങ്കാർഡ്സ് എന്ന് പറയുന്നത്. ഈ പറയുന്ന വ്യക്തിക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാനോ ആ കോൺട്രാക്റ്റ് വാലിഡ് ആക്കാനോ സാധിക്കില്ല. ഈ ഒരു വ്യക്തികൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ലഹരി അതുപോലെ തന്നെ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യാതെ വരികയാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ വ്യക്തികൾക്ക് ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കൂ. ദെൻ ദാറ്റ് ഈസ് ദ ഡ്രങ്കാർഡ്സ്. നെക്സ്റ്റ്, എക്സിക്യൂട്ടേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. Executor and administrator are allowed to open bank account. Formalities are to be observed while opening the account in the name of executor or administrators. എക്സിക്യൂട്ടർ ഓർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഈ എക്സിക്യൂട്ടീവുകൾക്കും അഡ്മിനിസ്ട്രേറ്റർമാർക്കും ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ അനുവാദമുണ്ട്. എക്സിക്യൂട്ടർ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെ പേരിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ അതിന് ചില ഫോർമാലിറ്റീസ് നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചായിരിക്കും അക്കൗണ്ട് തുറക്കേണ്ടത്. നെക്സ്റ്റ്, ഇല്ലിറ്ററേറ്റ് പേഴ്സൺ. ഇല്ലിറ്ററേറ്റ് പേഴ്സൺ എന്ന് പറയുകയാണെങ്കിൽ ആൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ മീൻസ് എ പേഴ്സൺ ഹൂ കനോട്ട് സൈൻ ഹിസ് നെയിം while opening of an account. Such a person is unavoidable. The banker should obtain.
ഇല്ലിറ്ററേറ്റ് പേഴ്സൺ എന്നാൽ തൻ്റെ പേരിൽ സൈൻ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ. ഇങ്ങനത്തെ വ്യക്തികൾക്ക് സൈൻ ചെയ്യാതെ തന്നെ അക്കൗണ്ട്സുകൾ ഏതൊക്കെ രീതിയിലാണ് തുറക്കുക, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഏതൊക്കെ രീതിയിലാണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഓൺ അക്കൗണ്ട് ഓപ്പണിംഗ് form and specimen signature card in the presence of an authorized bank officials. ഈ ഓതറൈസ്ഡ് ബാങ്ക് ഒഫീഷ്യൽസുമായിട്ട് അവർ എന്താണ് അക്കൗണ്ടിൻ്റെ ഫോം ഓപ്പൺ ചെയ്യാനുള്ള അക്കൗണ്ട് ഫോമും അതുപോലെ തന്നെ സ്പെസിമാൻ സിഗ്നേച്ചറിൻ്റെ ഒപ്പം ഈ ഓതറൈസ്ഡ് ബാങ്ക് ഒഫീഷ്യലിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനിലൂടെ ഒരു അക്കൗണ്ട് ഫോം ചെയ്യാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡീറ്റെയിൽസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഷുഡ് ബി നോട്ടഡ് ഓൺ ദി അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ആൻഡ് സ്പെസിമാൻ സിഗ്നേച്ചർ കാർഡ്. അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യുന്ന ഫോമിലും അതുപോലെ തന്നെ സ്പെസിമാൻ സിഗ്നേച്ചർ കാർഡിലും ഈ ആരാണോ അക്കൗണ്ട് ഹോൾഡർ അയാളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് കമ്പൽസറി ആയിട്ട് രേഖപ്പെടുത്തണം. നെക്സ്റ്റ്, അറ്റ്ലീസ്റ്റ് 2 copies ഓഫ് ദ ഫോട്ടോഗ്രാഫ്സ് ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ എനി അക്കൗണ്ട് ഹോൾഡർ ഓതറൈസ്ഡ് ബാങ്ക് ഒഫീഷ്യൽസ്. അറ്റ്ലീസ്റ്റ് 2 copies എങ്കിലും ഒരു ഫോട്ടോഗ്രാഫ് അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി എങ്കിലും അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലോക്കൽ അതോറിറ്റീസ്. The banker should also take special care while opening and operating accounts in the same of the local authorities. ഈ ലോക്കൽ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ അതോറിറ്റീസുകളുടെ അക്കൗണ്ടുകൾ തുറക്കുമ്പോഴും അത് പ്രവർത്തിപ്പിക്കുമ്പോഴും ഒരു ബാങ്കർ അതിൻ്റേതായിട്ടുള്ളൊരു ഫോക്കസ്, ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷനിൽ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2019 ചോദിച്ചത് എന്താണ് ഡിഫൈൻഡ് ബാങ്ക് ആണ് 2019-17 വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഫോറിൻ ബാങ്ക്, കോർപ്പറേറ്റ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, മിക്സഡ് ബാങ്ക്, കറൻറ്റ് അക്കൗണ്ട്, ഡിഫൈൻഡ് കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇതൊക്കെ പ്രീവിയസ് ഇയേഴ്സിൽ 2 മാർക്കിന് ആയിട്ട് ചോദിച്ചതാണ്. എൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന അത് ഏതൊക്കെ ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയേഴ്സ് ഫോർ ഓപ്പണിംഗ് എ ജോയിൻറ്റ് അക്കൗണ്ട്. 2016 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സും 2016 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, കൊമേഴ്ഷ്യൽ ബാങ്കും അത് 2 മാർക്കിന് ചോദിച്ചതാണ് 2015. വേറൊരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയേഴ്സ് ഫോർ ഓപ്പണിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ പേരിലും പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിലും ഒരു അക്കൗണ്ട് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം, അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് 2015 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച ഒരു എസ്സേ ടോപ്പിക്കാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.